Hello guys, welcome back to our channel. I am Mila. Today we are going to make a clay printed dish. So ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ്. ഇതുകൊണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. ആൻഡ് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ. നിങ്ങളെല്ലാം കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ആൻഡ് ഈ ഒരു ക്ലേ ഡിഷ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്ലേ മതിയാവും. ഇത് ഹോം മെയ്ഡ് ആണ് കേട്ടോ. ആൻഡ് ഞാൻ ആദ്യം പറയാം, ഈ ഒരു ക്ലേ 1 ഡേ വെച്ചാൽ മതി, നല്ലപോലെ ഉണങ്ങി കിട്ടുന്നതാണ്. നല്ല വൃത്തിക്ക് ഡ്രൈ ആവും. എൻ്റെ കയ്യിലുള്ള ക്ലേ അങ്ങനെയാണ് കേട്ടോ. ആൻഡ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ക്ലേ 3 പാർട്സാക്കി ഡിവൈഡ് ചെയ്യണം. ഒരെണ്ണം ബേസ് ആയിട്ടും 2 അതിന് വോൾ കൊടുക്കാനായിട്ടും അങ്ങനെ ഡിവൈഡ് ചെയ്യണം. ആൻഡ് എനിക്കൊന്നും ഇങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കാണുന്നത് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ഇതേ വീഡിയോ ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇൻട്രസ്റ്റിലായാലും കാണുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനും അതിൽ നിന്നൊരു തുടക്കം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതും എനിക്ക് കണ്ടന്റ് ഫസ്റ്റ് വീഡിയോ വേറെ കണ്ടൊന്നും എനിക്ക് കിട്ടിയില്ല. ആൻഡ് ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. വോയിസ് ഓവർ. ഓക്കെ, love zone. When you press me to your when you speak, angel, sing from above. Everyday voice sing. ഞാൻ ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സെക്കൻഡ് ലെയർ ശരിയാക്കി ആൻഡ് അത് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുറച്ച് സമയം മതി. അത് കഴിഞ്ഞിട്ട് ഇത് കളർ ചെയ്യാനായിട്ട് ഞാനൊരു മജന്താണ് എടുത്തിട്ടുള്ളത്. മജന്ത ഓക്കെ, ഇത് ഭയങ്കര കളറായി. ഇപ്പോൾ എന്തെങ്കിലും നല്ല എസ്തെറ്റിക് ലുക്കുള്ള കളേഴ്സ് ഒന്നും കിട്ടിയില്ല. ഓക്കെ, പിന്നെ ഇത് കുറേ ഉണ്ട്, അതുകൊണ്ട് ഇതിൽ തന്നെ ചെയ്യാമെന്ന്. ബാക്കി ഈ ഒരു ഗ്രീൻ കളറൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷേ കുറേ വോളിയം കൂടുതൽ മജന്തയ്ക്കാണ്. അതുകൊണ്ട് ഗ്രീൻ കളറൊന്നും എടുത്ത് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് മനസ്സിലായി. ആൻഡ് ഫുള്ള് നമുക്ക് കളർ ചെയ്തെടുക്കാം. then നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ക്ലേ ഡിഷ് ആണെങ്കിൽ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അങ്ങനെ ഉണക്കുകയാണെങ്കിൽ അതിൽ വിള്ളൽ വീണ് അങ്ങനെ അത് ഡാമേജ് ആയിപ്പോൾ സാധ്യതയുണ്ട്. സോ നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് ദിവസം ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിൽ ഇപ്പം ഒരെണ്ണം ഇട്ട് കഴിയുമ്പോഴത്തേനും എനിക്കൊരു കോൺഫിഡൻസ് ആവും. അപ്പം ഞാൻ അടുത്തതും അതേപോലെ വെറൈറ്റി ആകുമ്പോൾ വെച്ചാൽ വെറൈറ്റി അല്ല, ഐ മീൻ ഞാൻ നല്ലതാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഗ്ലോസി ലുക്കിനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വാർണിഷ് കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് നല്ലപോലെ നിൽക്കും. പക്ഷെ എൻ്റെ കയ്യിലിപ്പോൾ ഇതില്ല. എനിക്കിത് മതിയും തോന്നി. അപ്പോൾ ഞാനത് ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ഡേ ആയി, എടുത്തപ്പോൾ തന്നെ ഇങ്ങനെയാണ് ലുക്ക്. ഞാനിത് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പോരായ്മകളുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഓൾ.